ആയിക്കോട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ എണീറ്റു. എനിക്ക് ഭയങ്കര ഇടുപ്പ് വേദനയായത് കാരണം ഞാനൊന്ന് എണീറ്റുള്ളൂ. എൻ്റെ ചീൻചട്ടിയുടെ കളർ കണ്ടിട്ട് നോക്കണ്ട, അത് ഫുള്ള് കറുത്താട്ടോ. പിന്നെ ഞാനിന്ന് പാവയ്ക്ക ഒരു കറി ഉണ്ടാക്കുക, മീൻ കറി വയ്ക്കുന്ന പോലെ. ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച ശേഷം ഉലുവിട്ടു. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി അതിട്ടിട്ട് മിക്സാക്കി എണ്ണയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചങ്കുകളെ ഞാൻ അതിലോട്ട് തക്കാളി അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ടു കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ റസൂൻ്റെ കത്തിക്ക തീയൽ ഉണ്ടാക്കുന്ന ഇങ്ങനെ കേട്ടോ. തക്കാളി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ അതിലോട്ട് കുറച്ച് കറുവപ്പടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി. ശങ്കളെ അതിലോട്ട് ഞാൻ കഴുകി വെച്ച പാവയ്ക്ക ഇട്ടല്ലോ, പാവയ്ക്ക അത് ആഡ് ചെയ്യാൻ പോകുന്നു. പാവയ്ക്ക ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കണം. റസൂൻ്റെ കുക്കിംഗ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചങ്കളെ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ ചങ്കളെ. അതിലോട്ട് ഞാൻ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം ലൈറ്റായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒരുമിച്ചിടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇനി മുളക് പൊടി ഇടുക. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നമ്മളതിനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടരുത് കേട്ടോ. അത് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കണം, വാളംപുളി, അപ്പോൾ ഇടാം. ഇപ്പം നമ്മളിത് ഇളക്കി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും മസാലക്കൂട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഈ ലെവലായിട്ടുണ്ട്. ഇനി ഒന്ന് മൂക്കട്ടെ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് കുറച്ച് ഒഴിക്കാൻ പോകുന്നു. വാളംപുളി നീരൊഴിച്ചു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടുകാരെ ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു കേട്ടോ. പ്രസുവിൻ്റെ കുക്കിംഗ് ആണ്, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി. ഞാൻ ഉണ്ടാക്കുന്ന തീയിൽ ഇങ്ങനെയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറുകിയ ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ എന്ന് പറയില്ലേ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാം. എൻ്റെ പാവയ്ക്ക തീയിൽ തിളയ്ക്കുന്നത് കണ്ടോ കൂട്ടുകാരെ. അങ്ങനെ പ്രസുവിൻ്റെ കുഞ്ഞു കറിയായ എൻ്റെ കയ്പ്പയ്ക്ക പുളി എന്ന് പറയണോ തീയൽ എന്ന് പറയണോ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. എന്തായാലും എനിക്ക് ഉച്ചയ്ക്കുള്ള കറി ഞാൻ റെഡിയാക്കി. ചങ്കള് അങ്ങനെ എൻ്റെ ഭക്ഷണം റെഡി, ഞാൻ കഴിക്കാൻ പോകണ്ട. രാവിലെ തന്നെ ചോറാണ്. എനിക്ക് 3 നേരം ചോറ് കഴിച്ചാലേ തൃപ്തിയുള്ളൂ. ഇതെന്താണെന്നറിയാം, പപ്പായില്ലേ, ഓമക്കായ, കർപ്പൂസ് എന്നൊക്കെ പറഞ്ഞ സംഭവം, അതിൻ്റെ തോരൻ ഉണ്ടാക്കിയതാണ്, ക്യാബേജ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. എന്നാൽ ചങ്കള് നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് തീയലെടുത്തിട്ടുള്ള ചോറെടുത്തു. എന്നിട്ട് ഞാൻ കഴിച്ച് നോക്കുകയാണ്. വെരി ടേസ്റ്റ്. പപ്പായ, കപ്പയ്ക്ക, വെരി വെരി ടേസ്റ്റി. Wow.